അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ICCയുടെ പുതിയ ചെയർമാനായി ജയ്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. മുൻ BCCI സെക്രട്ടറിയായ ജയ്ഷയെ പ്രധാനമായും എതിരില്ലാതെയാണ് ICC സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെയർമാനായിരുന്ന ഗ്രേഗ് ബാർക്ലേയുടെ പകരക്കാരനായിട്ട് കൂടിയാണ് ജയ്ഷ സ്ഥാനം ഏറ്റെടുത്തത്. 2 ടൈം ICCയെ നയിച്ച ശേഷമാണ് ബാർക്ലേ ഇപ്പോൾ കളമൊഴിഞ്ഞിരിക്കുന്നത്. ICCയുടെ ചെയർമാനാവുന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡും ഇനി ജയ്ഷയ്ക്ക് സ്വന്തമാണ്. ജയ്ഷയുടെ സ്ഥാനാരോഹണത്തെ സ്വാഗതം ചെയ്ത് ICC പോസ്റ്ററും പുറത്തിറക്കുകയുണ്ടായി. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉന്നതയിലേക്ക് എത്തിച്ച് പല ഗംഭീര തീരുമാനങ്ങളും എടുത്താണ് ജയ്ഷ BCCI വിട്ട് ICC തലപ്പത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെയും മികച്ച തീരുമാനങ്ങളുമായി ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടാൻ ജയ്ഷയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ക്രിക്കറ്റിൽ പുരുഷന്മാർക്കും വനിതകൾക്കും തുല്യ പ്രതിഫലം എന്ന ചരിത്ര തീരുമാനം നടപ്പിലാക്കിയത് ജയ്ഷ BCCI തലപ്പത്തുള്ള സമയത്തായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ജയ്ഷ ICCയുടെ തലപ്പത്തെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ്. ഇതിനു മുമ്പ് ICC തലപ്പത്തേക്ക് എത്തിയത് ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരായിരുന്നു. ആഗോളതലത്തിൽ ക്രിക്കറ്റിനെ വളർത്താൻ ശ്രമിക്കുമെന്നും ക്രിക്കറ്റിനെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ജയ്ഷ ചെയർമാനായി വിജയിച്ച ശേഷം ആദ്യം പ്രതികരിച്ചിരുന്നു. ICC തലവനാകുമ്പോൾ വനിതാ ക്രിക്കറ്റിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ജയ്ഷയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വനിതാ ക്രിക്കറ്റിലെയും പുരുഷ ക്രിക്കറ്റിലെയും താരങ്ങൾക്ക് തുല്യ വേതനമെന്ന ഭേദഗതി ജയ്ഷ നടപ്പിലാക്കാനാണ് സാധ്യത കൂടുതൽ. ICC തലവനായി 2 ടൈമെങ്കിലും ജയ്ഷ പോകുമെന്നതും ഉറപ്പാണ്. അതിനാൽ ചരിത്രപരമായ പല തീരുമാനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നേതാവാകും ജയ്ഷ എന്നാണ് വിലയിരുത്തുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ആരാധകരുമായി അടുപ്പിക്കാനും കൂടുതൽ കാഴ്ചക്കാരെ സൃഷ്ടിക്കാനും ജയ്ഷ ശക്തമായി ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജയ്ഷയുടെ സ്ഥാനാരോഹണം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാവുമെന്നതാണ് യാഥാർത്ഥ്യം. ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ ജയ്ഷ തള്ളിക്കളയുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.